പച്ചയായിട്ട് ജനങ്ങൾ അംഗീകാരം പിടിച്ചു പറ്റാൻ മുൻഗാമികളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പരിശുദ്ധിയുടെയും ഒക്കെ വഴികൾ, കാരുണ്യത്തിൻ്റെ. എടോ, ഇസ്ലാം കാരുണ്യമാണ്, കാഠിന്യമല്ല. ഇസ്ലാം കാരുണ്യമാണ്, ക്രൗര്യമല്ല. എന്നിട്ട് ഇസ്ലാമിനെ പറ്റുള്ള ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കും. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും, തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഒരാൾക്കൊരു തെറ്റിദ്ധാരണ ഈ കാലം വരെ ഏറ്റുപെടില്ല, വെറുതെ ഇയാൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയും ആരും വിവാദങ്ങൾ പറയരുത്. മൂപ്പര് പറയാം ആരും വിവാദങ്ങൾ പറയരുത്. അതൊക്കെ പറയാൻ ഞാൻ ഉണ്ട്, അതൊക്കെ പറയാൻ മൂപ്പരുണ്ട്. ഒരു വിവാദം അല്ലാത്തോടത്ത് വിവാദം വലിച്ചുണ്ടാക്കുക. അപ്പൊ അതോനെ പറ്റി ആർക്കെങ്കിലും വിവാദം ഉണ്ടായിരുന്നു? അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും തെറ്റിദ്ധരിക്കാൻ കാരണമായത് അയാളുടെ ഈ വിവാദ പ്രസ്താവനയല്ലേ? വിവാദങ്ങൾ റസൂലുള്ളാഹിക്ക് നയലുണ്ട്. ഈ വിവാദം ആര് വലിച്ചിട്ടതാ? ഈ ചങ്ങാതി വലിച്ച്. വഹാബിടുന്ന് വിട്, ഓനെ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്, ഓനെ പറ്റി ചർച്ചല്ല. അള്ളാഹുവിന്റെ റസൂലിന് നയലുണ്ട്. ആരാ ഈ വിവാദം സുന്നിയുടെ പേരിൽ കൊണ്ടുവന്ന്? റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ഈച്ചയിരിക്കും, സുന്നിയുടെ പേരിൽ ആരാ ഈ വിവാദം കൊണ്ടുവന്ന്? റസൂലുള്ളാഹിയുടെ ശരീരം തീയിലിട്ടാ കരിയും, ഈ വിവാദാര കൊണ്ടുവന്ന്? റസൂലുള്ളാഹിയുടെ കോലത്തിൽ പിശാച് വന്നേക്കാം, ഈ വിവാദാര കൊണ്ടുവന്ന്? റസൂലുള്ള കുഴഞ്ഞെടുക്കുന്ന പിതാവിനെ പോലെയാണ്, ഈ വിവാദാര കൊണ്ടുവന്നത്? റസൂലുള്ള തന്നു സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതല്ല, ഈ വിവാദാര കൊണ്ടുവന്ന്? മടവൂര് ശൈഖുന വഫാത്തായിട്ട് 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴല്ലേ ഈ ശൈത്താനിയായ മൗലവി പറയുന്നത് ഖുതുബുൽ ആലം എന്ന് പറയാൻ പാടില്ല? ആരാ വിവാദം കൊണ്ടുവന്ന്? ആരാ കൊണ്ടുവന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിഥീങ്ങളായ മശായിഖന്മാരെ ഈ രൂപത്തിൽ തരം താഴ്ത്തുന്ന രൂപത്തിലുള്ള വിവാദം കൊണ്ടുവന്നതാരാ? ഇപ്പൊ അവസാനം അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അത് വിവാദാക്കിയതാരാ? ഒക്കെ ഈ വിവാദത്തിന്റെ അപ്പോസ്തലൻ ഇയാള്. എന്നിട്ട് പറയും ആരും വിവാദമുണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്, വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സംസാരിക്കണം. മൂപ്പർക്ക് ഇതൊന്നും ബാധകല്ല. എന്നിട്ട് അതിനെ അത് തെറ്റാന്ന് പറയുന്നതിന് പകരം പൊന്നാര തങ്ങളെ, മുട്ടിപ്പടിയിലെ തങ്ങളെ, നിങ്ങളിപ്പോ എന്താ നില കാട്ടിയത്? എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വർത്താനൊക്കെ പറയുന്ന നമ്മള് മൂപ്പരെ പറ്റി പ്രതീക്ഷിച്ചു. ആ റിപ്പോർട്ട് ചാനലിലെ അമുസ്ലിമായ സാധു, ആ സാധുവിന് അതില്ല ശിർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് പിന്നെ ഇയാൾ പൂർത്തിയാക്കി കൊടുക്കുക, ചോദിക്കുക അങ്ങനെ ദുആല്ലേ? ഞങ്ങൾ ആ ദുആ ചെയ്യാറില്ല. പച്ച നോണല്ലേ തങ്ങളെ? നിങ്ങളെ മനസാക്ഷിക്കെതിരല്ലേ നിങ്ങളെ പറഞ്ഞത്? നിങ്ങൾ ദ്വാരക്കുണ്ട് തങ്ങളെ കൊറോണയുടെ. എന്നിട്ട് പറയണം ഏതെങ്കിലും സമയത്തൊന്ന് ദുആ ചെയ്താൽ അത് നമ്മൾ സ്ഥിരം ചെയ്യണില്ലേ? സ്ഥിരം ചെയ്യണില്ലേ? എപ്പോഴും ചെയ്യാന്നാ? അത് നിങ്ങൾ ചെയ്തത് എപ്പോഴാ? കൊറോണയുടെ സമയത്ത് എല്ലാവരും സ്ഥാപനമൊക്കെ പൂട്ടിയ സമയത്ത് 27 സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള ദുആ. 27 അന്ന് ദ്വാരക്കുണ്ട് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലേ? ആരാ ദ്വാരക്കാത്ത്? അപ്പൊ ഈ ചാനലേരൻ ചോദിക്കുന്നുണ്ട്, ആ ചെറുപ്പക്കാരൻ പേരോട് അത് ദ്വയറെന്ന്, ആ ദ്വയ പാടില്ലാണ്ട് വിവാദാക്കിയിട്ട് പിന്നെ തിരുത്തില്ലേന്ന്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലാന്ന്. പച്ച നോണ. പൊന്നാര തങ്ങളുപ്പാപ്പ, ഇങ്ങള് ഞാൻ പറയണില്ല, നിങ്ങളത് പറയാൻ പാടുണ്ടായിരുന്നോ തങ്ങളെ? നിങ്ങൾക്ക് അറിയാലോ പറയണത് നോണയണെന്ന്. അതിങ്ങനെ ഉണ്ടായില്ലാന്ന്. ഉണ്ടായി, പേരോട് പറഞ്ഞു കുടുങ്ങി. ഹസൻ ഉസ്താദ് വായക്കാട്ടുനിന്ന് ക്ലിപ്പിട്ടു, പേരോട് തിരുത്തി. ഇത് ചാനലേര് കണ്ടു. നിങ്ങളിപ്പോ എന്താ മനസ്സിലാക്കിയ? ഭൂമി ഉരുണ്ടിട്ടായമാരെ ആൾക്കാർ ഇതൊക്കെ കേക്കും കാണും ചെയ്യുന്നുണ്ട്. നിങ്ങള് ഒരു ചാനൽ ഞങ്ങളുടെ പൂട്ടാൻ ഒരുങ്ങുമ്പോ ചാനൽ ഇപ്പുറത്ത് എത്രണ്ണം തുറന്ന് ഞങ്ങൾ ആൾക്കാർ ഇത് കേൾക്കല്ലേ പരിപാടി? ചാനലേരും ഹസൻ ഉസ്താദിന്റെ പുസ്തകം കേട്ടു. അപ്പൊ അതാ ആ ചാനലേരൻ ചോദിക്കുന്ന ആ പ്രതിനിധി ഇങ്ങനെ പ്രസ്താവന ഉണ്ടായില്ലേ? എന്നിട്ട് പിന്നെ മാപ്പ് പറഞ്ഞ തിരുത്തില്ലേ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ദുആക്കലില്ലേ? ഞാൻ അങ്ങനെ ദുആ ചെയ്യാറില്ല. പിന്നീട് മൂപ്പർക്ക് ഓർമ്മ വന്ന് നമ്മളിവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പൊ പറഞ്ഞു ഇനി എപ്പോഴെങ്കിലും അബദ്ധത്തിൽ അങ്ങനെ ദുആ ചെയ്താൽ ഉണ്ടോ? അപ്പൊ അബദ്ധായി. അപ്പോ കാന്തപുര ഉസ്താദ് ദുആയിരുന്നിട്ടില്ലേ? അത് ഒരു ദിവസം 100 തവണയൊക്കെ പ്രാർത്ഥന നടത്താറുണ്ടല്ലോ. അതേതെങ്കിലും ഒരു സമയത്ത് വന്നാൽ അതാണോ നമ്മൾ വിവാദമാക്കേണ്ടത്? എത്ര സ്ഥലത്തെ ഉസ്താദ് ദുആയിരുന്നു. ഞാൻ അതൊക്കെ പോട്ടെ, എന്തിന്റെ പേരിലാണ് ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയത്, ഇന്റർവ്യൂ നടത്തിയത്? മനുഷ്യർക്കൊപ്പം എന്നുള്ള പരിപാടിയിൽ അതിന്റെ ഭാഗമായിട്ട് അല്ലേ? ഈ മനുഷ്യർക്കൊപ്പം എന്നുള്ള പരിപാടി മംഗലാപുരത്ത് സ്റ്റാർട്ട് ചെയ്തല്ലോ. അതിലെ ദുആയിലോ? അതിന്റെ ദുആയിലുണ്ട്. ആര്? ബഹുമാനപ്പെട്ട അലി ബാഫയ്ക്ക് തങ്ങളുപ്പാപ്പ. അവരൊക്കെ അതിനുള്ളൊരു ധീരതയിലും കാണിച്ചില്ലേ? അള്ളാഹുർക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. പാവാണ് ആ തങ്ങന്മാരൊക്കെ. നമ്മൾ അലി ബാഫയ്ക്ക് തങ്ങളുപ്പാപ്പൊക്കെ
അത് അതിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. എടോ, അത് സമാധാനത്തിന്റെ ശത്രുക്കൾക്കെതിരെയാണ്, ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ അല്ല. അത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ശത്രുക്കൾ അതാരായിരുന്നാലും അവർക്കെതിരെയുള്ള പ്രാർത്ഥന അത് എടുത്തിട്ട് എന്ത് ചെയ്യുക, അയാൾ കൂട്ടിമാട്ടുക. എന്നിട്ട് അത് യുക്തിവാദി കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണ്. യുക്തിവാദി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതനുസരിച്ച് മാറ്റല. ഇപ്പം യുക്തിവാദിക്കനുസരിച്ച് ഇപ്പം ദീനിങ്ങനെ നന്നാക്കുക. അതാ ഞാൻ പറഞ്ഞു, കേബേജ് തോലോട് ഞാൻ വരി ഉണ്ടാവും. കുറ്റിയാടിക്കാരൻ ഈ ബുഹ്താനി മൗലയുടെ കയ്യിൽ ഒരാൾ കത്തിയും കൊടുത്ത് കേബേജും കൊടുത്ത് ഇതിന്റെ തോലൊന്ന് കളയാൻ പറഞ്ഞു. അങ്ങോട്ട് കളഞ്ഞു നോക്കുമ്പോൾ തോല്, പിന്നെയും തോല്, പിന്നെയും തോല്, പിന്നെയും തോല്. കേബേജ് തോലോട് ഞാൻ തോല് അവസാനിക്കലുണ്ടാവുമോ? ഇങ്ങനെ ഈ കൺഫ്യൂഷൻ നോക്കി നടന്നാൽ ഏതാണോ ഇനി അള്ളാഹുവിന്റെ ദീനിൽ ബാക്കി ഉണ്ടാവുക? ഇതൊക്കെ നടത്തല്ലേ അവര്? എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. അതുകൊണ്ട് പൊന്നാര തങ്ങളിപ്പാപ്പ നിങ്ങളായ ആദ്യ പണിയൊന്നും എടുക്കലും പൊന്നാര തങ്ങളെ വിഷമണ്ടി നമുക്ക്. നിങ്ങളങ്ങനെ ചെയ്യല്ലേ, നുണ പറയല്ലേ. ഇതിപ്പോ നേതാക്കന്മാരിങ്ങനെ നുണ പറയുമ്പോ കേട്ടിട്ടല്ലേ അണികൾ പഠിക്കുക. ആശ നിന്ന് മൂത്രമൊഴിച്ചാല് ശിഷ്യന്മാര് മരം കയറി മൂത്രമൊഴിക്കൂലേ? അതല്ല ഇപ്പൊ കാണുന്നത്.